ADV ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മഞ്ഞളി ജ്വല്ലറി ആൻഡ് ട്രാവൻകൂർ സ്കാനിംഗ് സെന്റർ. നമസ്കാരം, ADV ന്യൂസിലേക്ക് സ്വാഗതം. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മാലിന്യ പ്രശ്നത്തിൽ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. അഞ്ചൽ ആറോ ജംഗ്ഷനിൽ അപകടാവസ്ഥയിലായ ഇലക്ട്രിക് പോസ്റ്റ് മാറ്റി സ്ഥാപിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഓണത്തിന് വിഷവിമുക്തമായ പച്ചക്കറികൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാൻ ജില്ലാ കൃഷിഭവൻ തയ്യാറെടുക്കുന്നു. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മാലിന്യ പ്രശ്നത്തിൽ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷം. ADV ന്യൂസ് വാർത്താ പരമ്പര മാലിന്യത്തിൽ മുങ്ങി മലനാട് തുടരുന്നു. കിഴക്കൻ മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു. തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകുന്നില്ല. വസ്തു നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിയെടുത്തതായി വൃദ്ധയുടെ പരാതി. വാർത്തകൾ വിശദമായി. കിഴക്കൻ മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു. തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകുന്നില്ല. കിഴക്കൻ മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷം. ഇറച്ചിവെട്ടുകടകളുടെ പരിസരങ്ങളിൽ മാത്രമായിരുന്ന തെരുവുനായ ശല്യം ഇന്ന് എല്ലാ പ്രദേശങ്ങളിലുമായി വ്യാപിച്ചിരിക്കുകയാണ്. തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണേണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തെരുവുനായ ശല്യം കണ്ടില്ലെന്ന് നടിക്കുമ്പോഴും ബുദ്ധിമുട്ടിലാകുന്നത് പൊതുജനവും. സുപ്രീം കോടതിയുടെ പേരിൽ തെരുവുനായകളുടെ വംശവർദ്ധനവ് തടയാൻ അധികൃതരും നടപടി സ്വീകരിക്കുന്നില്ല. ജില്ലയിൽ ഒരു മാസത്തിനിടെ നിരവധി പേർക്കാണ് തെരുവുനായകളുടെ കടിയേറ്റത്. പുത്തേത്ത മുറ്റത്ത് കളിച്ചുകൊണ്ടു നിന്ന പിഞ്ചു കുഞ്ഞിന് തെരുവുനായയുടെ ആക്രമണത്തിൽ മുൻപ് പരിക്കേറ്റിരുന്നു. ചണ്ണപ്പേട്ടയിൽ ഗ്രഹനാഥൻ പേവിഷബാധയേറ്റ മരിച്ചതും ഈ അടുത്ത കാലത്താണ്. തെരുവുനായകളുടെ ശല്യത്തിന് തടയിടാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപടികൾ സ്വീകരിക്കാത്തതിനാൽ നാട്ടുകാർ ചേർന്ന് തെരുവുനായകളെ തുരത്തുവാൻ തയ്യാറെടുക്കുകയാണ്. പടക്കം പൊട്ടിച്ചും നീലം കലക്കിയ വെള്ളക്കുപ്പികൾ സ്ഥാപിച്ചുമാണ് തെരുവുനായകളെ തുരത്തുവാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഇവയൊന്നും തെരുവുനായകളെ അകറ്റുന്നതിനുള്ള ശാശ്വത പരിഹാരമാകുന്നില്ല. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മാലിന്യ പ്രശ്നത്തിൽ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷം. ADV ന്യൂസ് വാർത്താ പരമ്പര മാലിന്യത്തിൽ മുങ്ങി മലനാട് തുടരുന്നു. മഴ ശക്തമായ സാഹചര്യത്തിൽ പകർച്ചവ്യാധികൾ തടയുന്നതിനായും ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട് അഞ്ചൽ പട്ടണത്തിലെ മാലിന്യങ്ങൾ നീക്കാൻ തയ്യാറാകണമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം തോയിത്തല മോഹനൻ. കാലവർഷം ശക്തിപ്പെട്ടു വരികയാണ്. ഇന്നിപ്പം മേടമാസം 1-ാം തീയതിയാണ്. ഇനി മഴയുടെ ഒരു കാലമാണ്. പകർച്ചവ്യാധികൾ, വിവിധ തരം രോഗങ്ങൾ, പുതിയ അസുഖങ്ങൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതിന് ആക്കം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ഇന്നു മുതൽ ഇപ്പോൾ മഴയും ശക്തിപ്പെട്ടു വരുന്നു. പഞ്ചായത്ത് ഭരണസമിതി അവസരത്തിനൊത്ത് ഉയർന്ന് ഈ ടൗണിലെ മാലിന്യങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കുളത്തൂപ്പുഴ ബസ് സ്റ്റാൻഡിൽ, അഞ്ചൽ കുളത്തൂപ്പുഴ റോഡിൽ ശബരീരി ആശുപത്രിയിലേക്ക് തിരിയുന്ന ഭാഗത്ത് ആ വെയിറ്റിംഗ് ഷെഡിന് സമീപം അവിടെ വിദ്യാർത്ഥിനികൾക്കും ബസ് യാത്രക്കാരായിട്ടുള്ള നാട്ടുകാർക്കും അവിടെ നിന്ന് ബസ്സിൽ കയറി പോകാൻ കഴിയാത്ത തരത്തിലുള്ള മാലിന്യങ്ങൾ അവിടെ നാട്ടുകാർ കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയാണ്. ഈ മാലിന്യങ്ങൾ മഴ നനഞ്ഞ് ദുർഗന്ധപൂരിതമാണ് ആ പ്രദേശമാകെ. പഞ്ചായത്ത് ചെറുവിരൽ പോലും അനക്കുന്നില്ല. മാലിന്യം നീക്കം ചെയ്യാനൊരു നടപടിയുമില്ല. ഇവിടെ ഒരു ഭരണസമിതി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയുന്നതായിരിക്കും പരമാർത്ഥം. അതുപോലെ തന്നെ ടൗണിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മാലിന്യം ആളുകൾ കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയാണ്. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ആട്ടോകളിലും പെട്ടിയാട്ടോകളിലും മറ്റുമൊക്കെ ഈ കോഴി വേസ്റ്റ് അടക്കമുള്ള മാലിന്യങ്ങൾ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നു. അത് പഞ്ചായത്ത് അതിനൊരു നടപടിയും അതിന് സ്വീകരിക്കുന്നില്ല. പോലീസ് ഇപ്പോൾ ട്രാഫിക് പരിഷ്കരണമായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഈ രാത്രി കാലങ്ങളിൽ ഈ വാഹനങ്ങളിൽ കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ പോലീസ് വിചാരിച്ചാൽ മാത്രമേ, നൈറ്റ് പെട്രോളിനിറങ്ങുന്ന പോലീസ് വാഹന പരിശോധന കർശനമാക്കിയാൽ മാത്രമേ അതിനൊരു പരിഹാരം ഉണ്ടാകുകയുള്ളൂ. അതിൽ പോലീസും മറ്റ് നടപടികൾ സ്വീകരിച്ചതായി കാണുന്നില്ല. ഇത്രയേറെ മാലിന്യങ്ങൾ ഈ ടൗണിൽ കുന്നുകൂടുമ്പോൾ ഇത് കൊണ്ടുവരുന്ന വാഹനങ്ങൾ പിടിക്കാനോ അതിനെതിരെ ഒരു പരിശോധന കർശനമാക്കി നടപടി സ്വീകരിക്കാൻ പോലീസും തയ്യാറാകുന്നില്ല. പോലീസും പഞ്ചായത്തും കൂടി ചേർന്ന് ഈ സ്കൂൾ തുറക്കുമ്പോഴേക്കും അഞ്ചൽ പട്ടണം മാലിന്യ വിമുക്തമാക്കുകയും അതുപോലെ
ഇവിടെ ആകെ മുക്കിന് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നു. ആ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ നടപടിയില്ല. ഒപ്പം ഈ രാത്രിയിൽ മാലിന്യങ്ങൾ വരുന്നത് തടയാൻ പോലീസിൻ്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ അതിശക്തമായ സമരം കോൺഗ്രസും UDFും ചേർന്ന് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞങ്ങളെ തള്ളിവിടരുതെന്നാണ് പഞ്ചായത്ത് അധികാരികളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പഞ്ചായത്ത് ഭരണസമിതി അവസരത്തിനൊത്ത് ഉയരണമെന്നും മാലിന്യ പ്രശ്നത്തിൽ ഗ്രാമപഞ്ചായത്ത് ചെറുവിരൽ പോലും ഉയർത്തുന്നില്ലെന്നും തോയ്തല മോഹനൻ കുറ്റപ്പെടുത്തി. ADV ന്യൂസ് വാർത്താ പരമ്പര മാലിന്യത്തിൽ മുങ്ങി മലനാട് വാർത്തയെ തുടർന്ന് പ്രതികരിക്കുകയായിരുന്നു തോയ്തല മോഹനൻ. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഓണത്തിന് വിഷയുക്തമായ പച്ചക്കറികൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാൻ ജില്ലാ കൃഷിഫാം തയ്യാറെടുക്കുന്നു. കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ കൃഷിവകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കോട്ടുക്കൽ ജില്ലാ കൃഷിത്തോട്ടത്തിലാണ് വിഷവിമുക്തമായ പച്ചക്കറികൾ തയ്യാറാകുന്നത്. ഓണം വിപണിയെ ലക്ഷ്യം വെച്ചാണ് കോട്ടുക്കൽ ജില്ലാ കൃഷിത്തോട്ടത്തിൽ പൂർണ്ണമായും ജൈവരീതിയിൽ പച്ചക്കറികൾ തയ്യാറാകുന്നത്. വെണ്ട, ചീര, വഴുതന, പാവൽ, പടവലം, പയർ തുടങ്ങിയ പച്ചക്കറികളാണ് കൃഷി ചെയ്യുന്നത്. കഴിഞ്ഞ തവണ 5 ടൺ പച്ചക്കറികൾ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിച്ച് വിതരണത്തിനായി എത്തിച്ചിരുന്നു. 50 ഏക്കർ സ്ഥലത്ത് ഇത്തവണ പച്ചക്കറി വിള ഇറക്കാനാണ് കൃഷിത്തോട്ടം അധികൃതർ ലക്ഷ്യം വെക്കുന്നതെന്ന് ജില്ലാ കൃഷിഫാം സൂപ്രണ്ട് N. ചന്ദ്രശേഖരൻ ADV ന്യൂസിനോട് പറഞ്ഞു. 1971 സ്ഥാപിതമായതാണ് അഞ്ചൽ ജില്ലാ കൃഷിഫാം. സർക്കാർ നിയന്ത്രണത്തിൽ കൃഷി വകുപ്പിൻ്റെ കീഴിലുള്ള ഈ ഫാം നിലവിൽ കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഫാമിൻ്റെ പ്രധാന പ്രവർത്തന ഉദ്ദേശം കൊല്ലം ജില്ലയിലെ കർഷകർക്ക് ആവശ്യമായ നല്ല ഗുണനിലവാരമുള്ള നടീൽ വസ്തുക്കൾ ലഭ്യമാക്കുക എന്നുള്ളതാണ്. നടീൽ വസ്തുക്കൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പച്ചക്കറി വിത്ത്, പച്ചക്കറി തൈകൾ, ഫലവൃക്ഷ തൈകൾ, അതുപോലെ തന്നെ സൂഡോമോണസ്, കായ്ച്ചക്കടി തുടങ്ങി ടിഷ്യൂ കൾച്ചർ വാഴ തുടങ്ങി ജില്ലയിലെ കർഷകർക്ക് ആവശ്യമായ എല്ലാ നടീൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. കഴിഞ്ഞ വർഷം മുതൽ ഇതിന് പുറമെ ഓണക്കാലത്ത് ഗുണഭോക്താക്കൾ ലഭ്യമാക്കാനായി വിഷരഹിത പച്ചക്കറി കൂടി കൃഷി ചെയ്യുന്ന ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ ഏകദേശം 5 ടൺ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച് ജില്ലാ പഞ്ചായത്തിൻ്റെ മേൽനോട്ടത്തിൽ കിറ്റുകളാക്കി കൊല്ലം ജില്ലയിൽ ഗുണഭോക്താക്കൾ വിതരണം നടത്തി. ഇത്തവണ നമ്മൾ ലക്ഷ്യപ്പെടുന്നത് ഏകദേശം 50 ഏക്കർ സ്ഥലത്ത് വിവിധയിനം പച്ചക്കറികളായ പാവൽ, പടവലം, പയർ, വെണ്ട, വെള്ളരി, ചീര, മത്തൻ, വഴുതന, മുളക്, കുമ്പളം, കോവൽ തുടങ്ങിയവ കൃഷി ചെയ്ത് ഓണസമയത്ത് കിറ്റുകളാക്കി ഗുണഭോക്താക്കൾ വിതരണം ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളുടെ നിലയിൽ ഇവിടെ ഒരു ആലോചന കഴിഞ്ഞ ആഴ്ച നടന്നു. ഇപ്പം ജില്ലാ പഞ്ചായത്തിൻ്റെ മേൽനോട്ടത്തിൽ ഫാമിൻ്റെയും അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയുടെ കോട്ടുക്കൽ പഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ഗുണഭോക്താക്കളുടെ ക്ലബ്ബ് ചെയ്തുകൊണ്ട് അവരുടെ കൂടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇപ്പം മെയ് മാസം 18-ാം തീയതി മുതൽ നിലവൊരുക്കൽ തുടങ്ങിക്കഴിഞ്ഞു. 18-ാം തീയതി മുതൽ തടവെടുത്ത് കൃഷി ഇറക്കുന്ന പ്രക്രിയ തുടങ്ങും. മെയ് മാസം 30-ാം തീയതി കൂടി കൃഷി ഇറക്കുന്ന പരിപാടി കഴിയും. അത് കഴിഞ്ഞ് സമയബന്ധിതമായ വളപ്രയോഗവും കള നിയന്ത്രണവും കീടനിയന്ത്രണവും നടത്തി ഏകദേശം ആഗസ്റ്റ് മാസം 20-ാം തീയതിയോടുകൂടി ഏകദേശം ഒരു 100 ടൺ പച്ചക്കറിയെങ്കിലും മാർക്കറ്റിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ജൈവ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് ഓണത്തിന് മുന്നോടിയായി വിപണിയിലെത്തിക്കാനാണ് പദ്ധതിയെന്നും ചന്ദ്രശേഖരൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഞ്ചൽ ആറോ ജംഗ്ഷനിൽ അപകടാവസ്ഥയിലായ ഇലക്ട്രിക് പോസ്റ്റ് മാറ്റി സ്ഥാപിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പുനലൂർ ഭാഗത്തേക്കുള്ള ബസ് സ്റ്റോപ്പിലാണ് ഇലക്ട്രിക് പോസ്റ്റ് അപകടാവസ്ഥയിലായത്. അപകടാവസ്ഥയിലായ ഇലക്ട്രിക് പോസ്റ്റ് മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുമ്പോഴും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല എന്ന ആരോപണം ഉയരുന്നു. അഞ്ചലിൽ നിന്നും പുനലൂർ ഭാഗത്തേക്കുള്ള ബസ് സ്റ്റോപ്പിലാണ് അപകടാവസ്ഥയിലെ പോസ്റ്റ്. നിരവധി ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതും ധാരാളം യാത്രക്കാർ ബസ്സിനായി കാത്തു നിൽക്കുകയും ചെയ്യുന്ന ഇടമായ ബസ് സ്റ്റോപ്പിന് സമീപം അപകടഭീതി ഉയർത്തി നിൽക്കുന്ന പോസ്റ്റ് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് വ്യാപാരികളും രംഗത്തെത്തി. ഈ പോസ്റ്റ് ഇങ്ങനെ വളഞ്ഞു നിന്നിട്ട് ഒരുപാട് കാലങ്ങളായി. ഇത് ഒന്ന് മാറ്റി സ്ഥാപിക്കാനോ അല്ലാതെ ഇത് വളരെ അപകടഭീതി നിൽക്കുന്നതാണ്. ഇവിടെ ഒട്ടനവധി കുട്ടികളും അതുപോലെ തന്നെ യാത്രക്കാരും ബിസിനസ്സുകാരും നിൽക്കുന്നതാണ്. അപ്പോൾ ഇത്രയും അപകടമായിട്ടുള്ള ഈ ഒരു പോസ്റ്റ് ഇവിടെ ഇത്രയും അപകടഭീതിയിൽ നിന്നിട്ട് പോലും അധികാരികൾ അത് കാണുകയോ അതിൻ്റെ ഉചിതമായ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. ഈ ന്യൂസ് കണ്ടിട്ടെങ്കിലും ഇതിൻ്റെ ഉചിതമായിട്ടുള്ളൊരു നടപടി സ്വീകരിക്കണമെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികളോടും അതിൻ്റെ
അതിൻ്റെ എല്ലാ നിയമക്കാരോടും അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഈ കട നടത്തുന്ന ആൾക്കാരാണ്. ഈ പോസ്റ്റ് ആകെ മറിഞ്ഞു വയ്ക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഏത് സമയം നിലം പൊത്താവുന്ന രീതിയിലാണ് പോസ്റ്റ് നിൽക്കുന്നത്. ഇതിന് വേണ്ടതായിട്ടുള്ള നടപടികൾ ചെയ്യേണ്ടതാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ADV ന്യൂസിൽ ഇനിയൊരിടവേള. ശതമാനം 916 ഹോൾമാർക്ക് പ്യൂരിറ്റിയോടെ മഞ്ഞളി ജ്വല്ലേഴ്സ്. ട്രാവൻകൂർ സ്കാൻസ് ആൻഡ് ലബോറട്ടറി, ഡോക്ടർ ദേവദാസ് ഹോസ്പിറ്റൽ റോഡ്, അഞ്ചൽ. അഞ്ചൽ പട്ടണത്തിൽ ആദ്യമായി ഡ്രൈ കെമിസ്ട്രി മെത്തേഡിൽ 100% കൃത്യതയാർന്ന റിപ്പോർട്ട്. 10 വർഷത്തിലധികം പരിചയസമ്പന്നരായ ടെക്നീഷ്യന്മാർ. എല്ലാ ലബോറട്ടറി ടെസ്റ്റുകളുടെ റിസൾട്ടുകളും അന്ന് തന്നെ ഇവിടെ നിന്ന് ലഭിക്കുന്നു. തൈറോയ്ഡ് ടെസ്റ്റ് റിപ്പോർട്ടുകൾ 3 മണിക്കൂറിനുള്ളിൽ. റിസൾട്ടിനായി കാത്തിരിപ്പ് ഒഴിവാക്കാനായി SMS വഴി നിങ്ങളുടെ മൊബൈൽ ലഭ്യമാകും. ജപ്പാൻ നിർമ്മിത ട്രൈ ബയോകെമിസ്ട്രി അനലൈസർ, പ്രമുഖ ജപ്പാൻ കമ്പനിയായ ഫിജി ഫിലിമിന്റെ ഫുള്ളി ആട്ടോമേറ്റഡ് അനലൈസർ ഒരു വ്യക്തിയുടെ 28 ടെസ്റ്റുകൾ 20 മിനിറ്റ് കൊണ്ട് റിപ്പോർട്ട് നൽകുന്നു. ഹേമറ്റോളജി ആട്ടോമേറ്റഡ് അനലൈസർ, സ്വീഡൻ നിർമ്മിത അത്യന്താധുനിക ബ്ലഡ് സെൽ കൗണ്ടർ, കുട്ടികളുടെ ഒരു തുള്ളി രക്തം കൊണ്ട് പരിശോധിക്കാൻ പ്രത്യേക സംവിധാനം. ഹോർമോൺ ഫുള്ളി ആട്ടോമേറ്റഡ് അനലൈസർ, ജപ്പാൻ നിർമ്മിത ഫുള്ളി ഹോർമോൺ അനലൈസർ, HbA1c, മൈക്രോ ആൽബുമിൻ യൂറിയ തുടങ്ങിയ ടെസ്റ്റുകളുടെ റിസൾട്ടുകൾ 30 മിനിറ്റിനുള്ളിൽ നൽകുന്നു. ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ ട്രാവൻകൂർ സ്കാൻസ് ആൻഡ് ലബോറട്ടറി, രജനി മെഡിക്കൽസിന് സമീപം, കുളത്തൂപ്പുഴ. വാർത്തകൾ തുടരുന്നു. നാട് കാണാനെത്തിയ മയിൽ കൗതുകമാകുന്നു. അഞ്ചൽ അഗസ്തിക്കോടാണ് മയിൽ പ്രത്യക്ഷപ്പെട്ടത്. കാട് വിട്ട് നാട് കാണാനിറങ്ങിയ മയിൽ നാട്ടുകാർക്ക് കൗതുക കാഴ്ചയാകുന്നു. അഞ്ചൽ അഗസ്ത്യക്കോടിന് സമീപത്താണ് മയിലിനെ നാട്ടുകാർ കണ്ടത്. നിറയെ പീലിയോടുകൂടിയ ആൺമയിലാണ് നാട്ടിൽ സ്വൈരവിഹാരം നടത്തുന്നത്. മഴ പെയ്യുന്നതിന് മുന്നോടിയായി മയിൽ നൃത്തം വെക്കാറുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. നാട്ടിലെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ട മയിൽ ചക്കയും മറ്റും തിന്ന് ഇവിടെ തന്നെ തമ്പടിച്ചിരിക്കുകയാണ്. ദേശീയ പക്ഷി കൂടിയായ മയിലിനെ ഉപദ്രവിച്ചാൽ വനം വകുപ്പ് കേസെടുക്കുമെന്ന് പേടിച്ച് എന്തായാലും ഇതുവരെ ആരും മയിലിനെ പിടികൂടാൻ ശ്രമിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ടിഷ്യൂ കൾച്ചർ വാഴകൾ വ്യാപകമാകുന്നു. മികച്ച ഗുണമേന്മയാണ് കർഷകർ ടിഷ്യൂ കൾച്ചർ വാഴകൾ തിരഞ്ഞെടുക്കുവാനുള്ള കാരണം. ഒരു വാഴവിത്തിൽ നിന്ന് കുറഞ്ഞത് 500ഓളം വാഴകൾ നിർമ്മിക്കാം എന്നതാണ് ടിഷ്യൂ കൾച്ചർ വാഴകളുടെ പ്രത്യേകത. മികച്ച ഗുണനിലവാരമുള്ള വാഴവിത്തുകൾ തിരഞ്ഞെടുത്ത് ആധുനിക സംവിധാനത്തോടു കൂടിയാണ് ടിഷ്യൂ കൾച്ചർ വാഴകൾ നിർമ്മിക്കുന്നത്. ടിഷ്യൂ കൾച്ചർ വാഴ ഉണ്ടാകുന്ന ഫസ്റ്റ് സ്റ്റേജാണത്. ഒരു വാഴയിൽ നിന്നും 500 തൈകൾ, മിനിമം 500 തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നത്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണിത്. ഇത് ഒരു പ്ലാന്റിൽ നിന്ന് എടുക്കുന്നതാണിത്. ഇതിനെ സബ് കൾച്ചറിങ് ചെയ്താണ് മൾട്ടിയാക്കി മാറ്റുന്നത്. മൾട്ടിയിലാകുമ്പോഴത്തേക്കിന് അനേകം പ്ലാന്റുകളാക്കുക. പ്ലാന്റിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുക. എണ്ണം വർദ്ധിപ്പിച്ചതിന് ശേഷം ഇതിനെ എലോങ്ങേഷനിലേക്ക് ഇടും. എലോങ്ങേഷനിലേക്ക് വിടുക എന്ന് പറഞ്ഞാൽ ഇതിനെ പ്ലാന്റ് ആക്കുക ആണ് ചെയ്യുന്നത്. പ്ലാന്റ് ആക്കിയതിന് ശേഷം അതിനെ റൂട്ടിങ്ങിലേക്ക് വിടുക. റൂട്ടിങ് ആക്കി വേര് മുളപ്പിച്ചതിന് ശേഷമേ പ്രൈമറിയിലേക്ക് വിടാൻ പറ്റത്തുള്ളൂ. അതിന് ഫസ്റ്റ് സ്റ്റേജാണത്. സെക്കൻഡ് സ്റ്റേജ് മൾട്ടിയാണ്. പച്ചച്ചിങ്ങൻ, പാളയം കോടൻ, ഏത്ത, കപ്പ, കദളി, പൂവൻ തുടങ്ങിയ ഇനത്തിൽപ്പെട്ട വാഴകളാണ് പ്രധാനമായും ടിഷ്യൂ കൾച്ചർ വഴി നിർമ്മിക്കുക. ഇത് സെക്കൻഡ് സ്റ്റേജാണ്. ഇത് മൾട്ടിയാകുമ്പോൾ എണ്ണം വർദ്ധിപ്പിക്കുക. എണ്ണം വർദ്ധിപ്പിക്കുക സബ് കൾച്ചർ ചെയ്താണ് ഇതിന് എണ്ണം വർദ്ധിപ്പിക്കുന്നത്. ഇതിന് അടുത്ത സ്റ്റേജിലേക്ക് വിടുന്നത് എലോങ്ങേഷനാണ്. ഈ സ്റ്റേജിലേക്ക് നമ്മൾ പ്ലാന്റ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ എലോങ്ങേഷനിൽ ഉദ്ദേശിക്കുന്നത്. പ്ലാന്റ് ആക്കിയതിന് ശേഷം ഇതിനെ റൂട്ടിങ്ങിലേക്ക് വിടും. റൂട്ടിങ്ങിലേക്ക് വിട്ട് വേറെ ആക്കി കുറച്ചുകൂടെ നല്ല ഒരു വളർച്ച എത്തിയതിന് ശേഷം ഇതിനെ പ്രൈമറി ഹാർഡനിങ്ങിലേക്കാണ് വിടുന്നത്. അതിന് ശേഷം മാത്രമേ നമുക്ക് വാഴ പ്രൈമറി ഹാർഡനിങ് കഴിഞ്ഞ് സെക്കൻഡറി ഹാർഡനിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വാഴ കൊടുക്കുന്ന സ്റ്റേജ് ആവത്തുള്ളൂ. ഇത്രയുള്ള ഇതിന് 4 സ്റ്റേജാണ് ഇതിന് ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നത്. ടിഷ്യൂ കൾച്ചർ വാഴകൾ 2 അടിയോളം വളരാൻ 6 മാസത്തോളം സമയം ആവശ്യമാണ്. കൃത്യമായ വളർച്ചയെത്തിയ വാഴകളാണ് കർഷകർക്ക് വിതരണം ചെയ്യുന്നത്. പെട്ടെന്ന് വളർന്നു വലുതാവുകയും മികച്ച വിളവ് നൽകുന്നതുമായ ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾക്ക് ജില്ലയിൽ മികച്ച വിപണിയാണുള്ളത്.
ഡ്യൂറേഷൻ കുറഞ്ഞത് 8 മാസമെങ്കിലും എടുക്കും നമുക്ക് ഇൻസെർഷൻ ചെയ്ത വാഴ പുറത്ത് വരുന്നതിന്. അത് പ്രൈമറി സെക്കൻഡറി കഴിഞ്ഞതിന് ശേഷമേ വിൽപ്പന നടത്താൻ പറ്റത്തുള്ളൂ. ഏത്തവാഴ, റോബസ്റ്റ്, ഗ്രാൻഡ് 9, ഞാലിപ്പൂവൻ, പാളയം മുതലായ വാഴകൾ ഇവിടെ ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നുണ്ട്. എൻ്റെ വിപണനം എന്ന് പറഞ്ഞാൽ കൃഷിഭവൻ വഴി മുഖാന്തരമാണ് കൂടുതലും വിപണനം നടക്കുന്നത്. പിന്നെ നേരിട്ട് ഇവിടെ കർഷകർക്ക് നേരിട്ട് ഫാമിൽ നിന്നും വാങ്ങാൻ പറ്റുന്നുണ്ട്. കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ സംസ്ഥാന കൃഷി വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ജില്ലാ കൃഷിത്തോട്ടത്തിലാണ് മുഖ്യമായും ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വസ്തു നൽകാമെന്ന് പറഞ്ഞ പണം തട്ടിയെടുത്തതായി വൃദ്ധയുടെ പരാതി. ഗോമതിയമ്മ എന്ന വൃദ്ധയാണ് പരാതി ഉന്നയിക്കുന്നത്. കടക്കൽ താമസിച്ചിരുന്ന ഗോമതിയമ്മ കടക്കലുള്ള 5 സെന്റ് വസ്തു വിറ്റ് കരവാളൂർ ചരുവിള പുത്തൻ വീട്ടിൽ രാജീവിൻ്റെയും അജിതകുമാരി അമ്മാളിൻ്റെയും പേരിലുള്ള വസ്തുവും 2 നില വീടും വാങ്ങാൻ തീരുമാനിച്ചത്. അതിൻ പ്രകാരം 16 ലക്ഷത്തിലധികം രൂപ സമ്മതിച്ച് 5 ലക്ഷം രൂപ നൽകി എഗ്രിമെൻ്റ് എഴുതി. എന്നാൽ പ്രമാണം എഴുതി നൽകാൻ ഇവർ തയ്യാറാകുന്നില്ലെന്നാണ് പരാതി. ഞങ്ങൾ ഇവർ വസ്തു കൊടുക്കുന്നെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ വന്ന് വസ്തു കണ്ടു. ഞാനും എൻ്റെ മക്കളും കൂടെയാണ് ഇവിടെ വന്ന് വസ്തു കണ്ടത്. ഇവർ 20 ലക്ഷം 18 ലക്ഷം രൂപ ചോദിച്ചു. 15 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് അത് ഒക്കത്തില്ലെന്ന് പറഞ്ഞു. കൊടുക്കാൻ 16 പറഞ്ഞ് ഞങ്ങളെ വീട് സ്ഥലമെല്ലാം ജപ്തിയായി കിടക്കുക, നിങ്ങൾ ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞ് തൊഴുതാണെന്ന് പറഞ്ഞു എവളും അമ്മച്ചിയും മക്കളും കൂടെ പറഞ്ഞത് കേട്ടോ. എന്നിട്ട് കൊടുക്കാൻ വന്ന് ഞങ്ങൾ 16.25 സമ്മതിച്ച് കൊടുത്ത്. പിന്നെ 8 ലക്ഷം രൂപ എഗ്രിമെൻ്റ് എഴുതി. അയാൾ ബാങ്കിൽ കടമുണ്ടെന്ന് പറഞ്ഞ് 8 ലക്ഷം രൂപ 5 ലക്ഷം രൂപ എഗ്രിമെൻ്റ് എഴുതി. അതും കഴിഞ്ഞ് പിന്നെ 1 മാസം കഴിയുമ്പോഴത്തേക്ക് പ്രമാണം എഴുതാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പൈസ 8 ലക്ഷം രൂപ എൻ്റെ കടക്കലത്തെ വസ്തു വിറ്റ് ആ പൈസയും 8 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ആ പൈസയും കൂടെ കൊണ്ട് പ്രമാണം എഴുതാൻ വന്നപ്പോൾ പെണ്ണുമ്പിള്ള പ്രമാണം എഴുതാൻ വരില്ല, തരികിട കാണിച്ചുകൊണ്ടിരിക്കും, അവൾ വരത്തില്ല. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ബാങ്കിൽ പൈസ ഉണ്ടെന്ന് പറഞ്ഞ് 4 ലക്ഷം രൂപ കൊല്ലം SBIയിൽ കൊടുക്കാൻ ഈ ജയനെയും കൂട്ടിയാണ് വിട്ടത്, അറിയാമോ? അതും കഴിഞ്ഞ് ഞങ്ങൾ നാളെ പ്രമാണം എഴുതി തരാമെന്നും പറഞ്ഞ് അവൾ തരികിട കാണിച്ചുകൊണ്ടിരുന്നു, പ്രമാണം എടുത്തില്ലായിരുന്നു. പിന്നെ കൊല്ലം ജില്ലാ ബാങ്കിൽ 5,10,000 രൂപ ആ പൈസയും ഞങ്ങൾ അടച്ചു. അതും ഈ ജയനും കൂടെ പോയാണ് അടച്ചത്. കൊടുക്കാൻ പ്രമാണം എഴുതാൻ വിളിച്ചപ്പം അവൾ തരികിട കാണിച്ച് മാറി രാജീവൻ പ്രമാണത്തിൽ ഒപ്പിട്ട് തന്നു. പൈസ കൊടുക്കാൻ അവൾക്ക് പ്രമാണത്തിൽ ഒപ്പിടാത്തതുകൊണ്ട് ഞങ്ങൾ പൈസ കൊടുത്തില്ല. പൈസ ഞങ്ങൾ കൈവശത്തുണ്ട്. കരവാള് സൊസൈറ്റിയിലായിരുന്നു പൈസ, അവിടെ നിന്ന് എടുത്തുകൊണ്ടാണ് ഞങ്ങൾ പോയത്. ഇവൾ പറയുമ്പോൾ ഇവർ പറയുന്നത് മൊത്തം നട്ടാക്കുരുക്കാത്ത നുണ പറയുന്നു. ഇപ്പോൾ അവർക്ക് വസ്തുവും തരാൻ വയ്യ, പൈസയും തരാൻ വയ്യ. ഞങ്ങൾ ഇനി എന്ത് വേണം? ഞാൻ എൻ്റെ വീട് സ്ഥലം കൊടുത്താണ് ഞാൻ പൈസ കൊടുത്തത്. എന്നാൽ അജിതകുമാരി പറയുന്നത് 26 സെന്റ് സ്ഥലവും 2 നില വീടും 25 ലക്ഷം രൂപയ്ക്ക് നൽകാമെന്ന ഉറപ്പിലാണ് എഗ്രിമെൻ്റ് എഴുതിയെന്നാണ്. ഞങ്ങളിവിടെ ഈ വസ്തുവും വീടും കൂടെ വിൽക്കാൻ പോകാമെന്ന് ഇവിടെ കരവാളൂരുള്ള 3-4 ബ്രോക്കർമാരോട് പറഞ്ഞു. അപ്പം ബ്രോക്കർമാർ പലരെയും കൊണ്ടുവന്ന് വിലയൊക്കാതെ പോയി. ഒരു ദിവസം രാവിലെ ഉണ്ട് ജയചന്ദ്രൻ എന്ന് പറഞ്ഞ ബാങ്ക് സൊസൈറ്റി ജോലിയുള്ള കരവാളൂർ സൊസൈറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റി ജോലിയുള്ള ജയചന്ദ്രൻ ഇവിടെ വന്ന് എൻ്റെ കൂടെ പറഞ്ഞ് ഈ വസ്തു ഞങ്ങൾക്ക് വേണം, നിങ്ങൾ വിൽക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് തരാം. ഞാൻ പറഞ്ഞു എനിക്ക് ആർക്ക് കൊടുക്കാനും താല്പര്യം, വസ്തു കൊടുക്കാനിരിക്കുന്ന ഞങ്ങൾക്ക് ആർക്കും ഇത് കൊടുക്കാൻ താല്പര്യമെന്ന് പറഞ്ഞു. ഉടനെ വസ്തു വില ഞങ്ങൾ 30 ലക്ഷം രൂപ 20 സെൻറ്റ് ഈ 2 നില വീടും കൂടെ 30 ലക്ഷം രൂപ ചോദിച്ചു. അത് 25 ലക്ഷം രൂപയ്ക്ക് തരണം. പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ ഞങ്ങൾ പ്രമാണം എഴുതിക്കോളാം എന്ന് പറഞ്ഞു. ഉടനെ കാണാം ഇങ്ങനെ സമ്മതിച്ച് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ പറഞ്ഞ എഗ്രിമെൻറ്റ് വായിച്ച് നോക്കണമെന്ന് പറഞ്ഞാൽ 10 മണിയാവട്ടെ, ഫോട്ടോസ്റ്റാറ്റ് കട തുറക്കട്ടെ, ഇതിൻ്റെ കോപ്പി എടുത്ത് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. ഉടനെ ഞങ്ങൾ എന്ത് ചെയ്തു? 10 മണിക്ക് പൈസ തന്നില്ല. ഇവർ 5 ലക്ഷം രൂപ വാങ്ങിച്ചതായിട്ട് ഞങ്ങളെ കൊണ്ട് ഒപ്പിടിയിപ്പിച്ചിട്ട് അന്ന് 10 മണിക്ക് കാശ് തന്നില്ല, 11-ന് തന്നില്ല, 12-ന് തന്നില്ല, ഒപ്പിട്ട് അവർ വാങ്ങിക്കുകയും ചെയ്തു. പക്ഷേ 5 ലക്ഷം രൂപ 4:30-5 മണി സമയത്തിന് മുമ്പ് ഇവർ 5 ലക്ഷം രൂപ നമുക്ക് കൊണ്ട് തന്നു. അത് ഞങ്ങൾ വാങ്ങിക്കുകയും ചെയ്തു. അന്നേരം ഇവർ ഈ കോപ്പി എടുത്ത് തന്നു. അന്നേരം ഞങ്ങൾ വായിച്ചപ്പം 16.25 ലക്ഷം രൂപ സമ്മതിച്ച് നിങ്ങൾക്ക് വില സമ്മതിച്ചെന്നാണ് എഴുതിയേക്കുന്നത്. എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പറഞ്ഞ് ഒപ്പിടാൻ പറഞ്ഞു. ഉടനെ എൻ്റെ ഭർത്താവ് പറഞ്ഞ് കാശിയാന്ന്. അന്നേരം ഈ സ്ത്രീ അവിടെ അന്നേരം ഇവരെ കാണുന്നത്. ഈ സ്ത്രീ അവിടെ വന്നിട്ട് പറഞ്ഞൊരു കവർ കാണിച്ചിട്ട് ദാണ്ടെ ഇങ്ങനെ കവറിൽ തട്ടിയിട്ട് പറയാം, അതാണ്ട് കാശ് ഇരിക്കുന്ന വിശ്വാസമില്ലയോ, ഒപ്പിട് കാശ് തരാമെന്ന് പറഞ്ഞു. ഉടനെ ചേട്ടൻ ഒപ്പിട്ട് ഞങ്ങളുടെ 2-ൻ്റെയും കൂടെ തുല്യ അവകാശമായി ഈ വസ്തു 20 സെൻറ്റ്. ഉടനെ എന്നെ ഒപ്പിടാൻ വിളിച്ചപ്പം തുളസി കണ്ടരി വിളിച്ചാൽ ഞാൻ പറഞ്ഞു ബാക്കി പൈസ തരാതെ ഞാൻ ഒപ്പിടത്തില്ല. അന്നേരം എൻ്റെ ഭർത്താവും പറഞ്ഞു ഞാൻ ഒരാൾ ഒപ്പിട്ടല്ലേ, ഇനി ബാക്കി പൈസ തന്നേ ഞങ്ങൾ ഒപ്പിടുമെന്ന് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഞ്ചൽ ആറോ ജംഗ്ഷനിൽ അപകടാവസ്ഥയിലായ ഇലക്ട്രിക് പോസ്റ്റ് മാറ്റി സ്ഥാപിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു.
ഓണത്തിന് വിഷവിമുക്തമായ പച്ചക്കറികൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാൻ ജില്ലാ കൃഷിഭവൻ തയ്യാറെടുക്കുന്നു. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മാലിന്യ പ്രശ്നത്തിൽ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷം. ADV ന്യൂസ് വാർത്താ പരമ്പര. മാലിന്യത്തിൽ മുങ്ങി മലനാട് തുടരുന്നു. കിഴക്കൻ മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു. തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകുന്നില്ല. വസ്തു നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിയെടുത്തതായി വൃദ്ധയുടെ പരാതി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ADV ന്യൂസിൽ വാർത്തകൾ കാണാം. രാവിലെ 7:30, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 4:30, രാത്രി 10. ലോകത്ത് എവിടെ നിന്നും ADV ന്യൂസ് കാണുന്നതിനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.